നമസ്കാരം. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുകയാണ്. ഞാൻ പ്രവിത ലക്ഷ്മി. ഈ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെയാണ്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ. അയോധ്യ രാമക്ഷേത്രത്തിൽ രാംലല്ല വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12:29 12:31 ഇടയിലെ 84 സെക്കൻഡ് നീണ്ടുനിന്ന മുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങ്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. ഗർഭഗൃഹത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം RSS അധ്യക്ഷൻ മോഹൻ ഭാഗവതും യോഗി ആദിത്യനാഥും പങ്കെടുത്തു. അമിതാഭ് ബച്ചൻ, മുകേഷ് അംബാനി, സച്ചിൻ ടെണ്ടുൽക്കർ, അനുപം ഖേർ ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട 7000-ഓളം അതിഥികളാണ് ചടങ്ങിന് സാക്ഷിയായത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിന്റെ നീതി വ്യവസ്ഥ രാമന് നീതി നൽകി. രാമക്ഷേത്ര നിർമ്മാണം വൈകിയതിന് രാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നീതി നടപ്പാക്കിയതിൽ സുപ്രീം കോടതിക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. अलौकिक है, ये पल पवित्रतम है. ये माहौल, ये वातावरण, ये ऊर्जा, ये घड़ी प्रभु श्री राम का हम सब पर आशीर्वाद है. 22 जनवरी 2024 का ये सूरज एक अद्भुत आभा लेकर आया है. 22 जनवरी 2024 ये कैलेंडर पर लिखी एक तारीख नहीं, ये एक नए काल चक्र का उद्गम है. വിവരങ്ങളുമായി അയോധ്യയിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, അങ്ങനെ പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങുകൾ. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ 7000-ലധികം അതിഥികൾ തന്നെ എത്തിയിരുന്നു. ഈ പൊതുജനങ്ങൾക്കായി ഇപ്പോൾ ക്ഷേത്രം തുറന്ന് നൽകുന്നുണ്ട്. എന്നാൽ നാളെ മുതൽ മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അത് ഏത് തരത്തിലായിരിക്കും? മറ്റു വിവരങ്ങൾ? പ്രവിത, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവിത ചോദിച്ചതുപോലെ ഈ ദർശനം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട്, അത് സ്ത്രീകളും കുട്ടികളും അടക്കം വന്ന് തമ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ മടക്കം സമയബന്ധിതമായിട്ട് ഉറപ്പാക്കുക എന്ന ഒരു ബാധ്യത കൂടി ഈ ക്ഷേത്ര ട്രസ്റ്റിന് വന്നു ചേർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് 23 മുതൽ തന്നെ ഈ ദർശനം യാഥാർത്ഥ്യമാക്കും എന്ന് പ്രസ്താവിച്ച ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 1 ലക്ഷത്തോളം പേർക്ക് പ്രതിദിനം സന്ദർശനം നൽകാൻ ആദ്യഘട്ടത്തിൽ തന്നെ സാധിക്കും എന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ തുടങ്ങി ഏതാണ്ട് ഒരു ആഴ്ചക്കുള്ളിൽ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ആരതി അടക്കമുള്ള ചടങ്ങുകളിൽ ഈ ക്ഷേത്രത്തിലെ 3 ആരതി ആയിരിക്കും ഉണ്ടാവുക. ഈ ആരതി അടക്കമുള്ള ചടങ്ങുകളിൽ ഈ ക്ഷേത്രത്തിലെ 3 ആരതി ആയിരിക്കും ഉണ്ടാവുക. ഈ ആരതി അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് വലിയ ജനക്കൂട്ടം എത്തിയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കാകും കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ആരതിയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഇനി ഈ തിരക്കുകൾ നിയന്ത്രിക്കപ്പെടുന്നത് വരെ, തിരക്കിന്റെ ഒരു പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാകുന്നത് വരെ ഏറ്റവും നിയന്ത്രിതമായിട്ടുള്ള അളവിൽ പാസുകൾ മൂലം ഈ ആരതി ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നിയന്ത്രിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരാതികൾ ഉണ്ടാക്കാതിരിക്കാനായി വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആരതി നടത്തുക എന്നൊരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സാഹചര്യത്തെ നേരിടാൻ സാധിക്കൂ എന്ന് ട്രസ്റ്റ് കരുതുന്നു. പ്രതിദിന പൂജകൾ അത് ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കലശമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നാളെ മുതൽ തന്നെ യഥാവിധി തുടരാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ പൂജകളാണോ ഈ താൽക്കാലിക രാംലല്ലയിൽ നടത്തിയിരുന്നത് ആ പൂജകൾ എല്ലാം പുതിയ രാംലല്ലയിലും ഉണ്ടാകും. മാത്രമല്ല പുതിയ രാംലല്ലയിലെ ആരാധനാ വിഗ്രഹത്തിന് പുറമെ ഉത്സവ വിഗ്രഹമായിട്ടുള്ള പഴയ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല, ആ രാംലല്ല എല്ലാ ദിവസവും പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങ് അത് ഉണ്ടാകുമെന്നാണ്. പക്ഷെ അത് ഒരു സമയം എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങളിലും നമുക്ക് നാളെ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ തീരുമാനം പ്രതീക്ഷിക്കാം. ഏതായാലും
വലിയ ഗംഭീരമാകുന്ന രീതിയിൽ ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് ട്രസ്റ്റ് ഇപ്പോൾ പറയുന്നത്. ഈ വിധത്തിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചതിന് അഥവാ പ്രൗഢഗംഭീരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചതിന് ട്രസ്റ്റിനെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇന്ന് രാത്രി നടക്കുന്ന ആരതി അടക്കമുള്ള കാര്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ സരയൂ തീരത്ത് പങ്കെടുക്കും. ആ വിധത്തിൽ ആണ് ഈ ജനസഞ്ചയം ഇപ്പോൾ ഈ സരയൂ തീരത്തടക്കം എത്തിയിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഭൂരിപക്ഷം പേരും മടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം ക്ഷേത്ര ദർശനം സാധ്യമാക്കിയിരുന്നു. നാളത്തെ ക്രമീകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഏതാണ്ട് രണ്ടിലധികം പതിറ്റാണ്ടുകളായിട്ട് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ താൽക്കാലിക ക്ഷേത്രത്തിൽ നിർവഹിച്ചു വന്നിരുന്നത് കേന്ദ്രസേനയാണ്, അഥവാ CRPF ആണ്. CRPF നാളെ മുതൽ പിൻവാങ്ങാനായിട്ടുള്ള നടപടികൾ തുടങ്ങുകയാണ്. പകരം പ്രത്യേകമായിട്ട് ഇതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഉത്തർപ്രദേശ് പോലീസിന്റെ വിഭാഗമായിരിക്കും ഈ ക്ഷേത്ര സംരക്ഷണ ചുമതലകൾ നിർവഹിക്കുക. അവർ നാളെ അവരുടെ ചുമതലകൾ നിർവഹിച്ചു തുടങ്ങും. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൂടി CRPFന്റെ മോണിറ്ററിംഗിലായിരിക്കും അവർ കാര്യങ്ങൾ നിർവഹിക്കുക. ക്ഷേത്രത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഇതിനകം തന്നെ അത്യാധുനികമായിട്ടുള്ള CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്. മേഖലകളെ നിരീക്ഷിക്കാനായിട്ട് സ്ഥിരം ഡ്രോൺ സംവിധാനം ഉണ്ട്. അങ്ങനെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഉറപ്പാക്കിക്കൊണ്ടുള്ള ദർശനമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. വരുന്ന ആളുകളുടെ സുരക്ഷാ പരിശോധനകൾ ഉണ്ടാകും എന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു. ആ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ക്ഷേത്രത്തിനകത്തോട്ട് മൊബൈൽ ഫോൺ അടക്കമുള്ള കൊണ്ടുപോകുന്ന കാര്യത്തിൽ അത് അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇനി അവസാന സമയത്ത് ഏതെങ്കിലും വിധത്തിലൊരു മാറ്റം ഉണ്ടായാലേ ഉള്ളൂ. അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് ഈ മൊബൈൽ ഫോണുകൾ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണമുണ്ടാകുമെന്നും ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ താന്ത്രിക ആചാര പ്രകാരമുള്ള പ്രതിഷ്ഠാ ചടങ്ങുകൾ, പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ അവ അവസാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാര്യന്മാർ അവരും ഇന്ന് അവരുടെ ചുമതലകൾ അവസാനിപ്പിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. രാത്രി ആരതി ക്ഷേത്രത്തിൽ പതിവ് പോലെ 7:30-ക്ക് നടക്കും. അത് താൽക്കാലിക ക്ഷേത്രത്തിലും അങ്ങനെയാണ് നടന്ന് വന്നിരുന്നത്. ഈ അന്നദാനം ഈ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നടത്തി വന്നിരുന്നു. അത് തുടരും. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ആയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് അത് നൽകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് നടക്കുകയും ചെയ്യും. രാത്രിയിൽ വലിയ രീതിയിൽ മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യാനായിട്ട് ഇവിടേക്ക് അയോധ്യയിലേക്ക് എത്തിയിരുന്നു. അതിന്റെ വിതരണം നഗരത്തിന്റെ പല ഇടങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലാവർക്കും അത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഈ ക്ഷേത്ര ട്രസ്റ്റ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് തിരക്ക് കൂട്ടി ആരും എത്തരുത് എന്ന അഭിപ്രായത്തിലാണ് ട്രസ്റ്റ് ഇപ്പോഴുള്ളത്. നിയന്ത്രിതമായിട്ട് എല്ലാവർക്കും സുഖകരമായിട്ട് ദർശനം അനുവദിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ട്രസ്റ്റ് പറയുകയും ചെയ്യുന്നു. പ്രവിത. ശരി, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ഇനി പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നു നൽകുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ അയോധ്യയിൽ പുരോഗമിക്കുന്നത്. R. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മതസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി പ്രധാനമന്ത്രി മാറ്റി. മതനിരപേക്ഷതയാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. As those who have pledged to preserve and protect our Constitution, let us reaffirm our commitment to its secular character by declining to participate in the event, upholding our constitutional responsibilities. Let this serve as an opportunity to promote harmony and the spirit of common brotherhood amongst all the people of India, transcending religious, linguistic, and regional or sectional diversities. May India prosper further by developing scientific temper, humanism, and the spirit of inquiry and reform. അയോധ്യ രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റിയതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശ്വാസത്തെ രാഷ്ട്രീയവുമായി ചേർത്ത് വയ്ക്കുന്ന കുറുക്ക് വഴികളാണ് സംഘപരിവാറിനുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അയോധ്യയിൽ രാമക്ഷേത്രം വൈകിയതിന് രാമനോട് ക്ഷമ ചോദിച്ച പ്രധാനമന്ത്രി നീതി വൈകിയതിന് മണിപ്പൂരിലെ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുമോ എന്ന് ബിനോയ് വിശ്വത്തിന്റെ ട്വീറ്റ്. രാമന്റെ പേരിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിശ്വാസികളോട് മാപ്പ് പറയുമോ എന്നും ബിനോയ് വിശ്വം ചോദിച്ചു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, അങ്ങനെ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. ഭരണഘടനയുടെ മൂല്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ നിലപാട് അതെങ്ങനെയാണ്?
അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ അതൊരു രാജ്യത്തിന്റെ ചടങ്ങാക്കി മാറ്റിയതിലാണ് വിമർശനവുമായി ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിന്റെ രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ ആ ദൃശ്യങ്ങളിലാണ് വിശദമായ രീതിയിൽ അദ്ദേഹത്തിന്റെ നിലപാട്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നിലയിൽ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് മതേതരത്വമാണ്. ഒരു മതം മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. ഒരു മതം വലുതെന്നും മറ്റൊന്ന് ചെറുതെന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല, ഇന്ത്യൻ മതേതരത്വം മതത്തെയും ഭരണകൂടത്തെയും വേർതിരിക്കുന്നതാണെന്ന് നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മതത്തെയും ഭരണകൂടങ്ങളെയും വേർതിരിക്കുന്ന രേഖ കുറഞ്ഞു വരുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കൂടാതെ ഒരു മതപരമായ ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിന്റെ പരിപാടിയായി ആഘോഷിക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധപ്പെട്ടവരിൽ നിന്ന് ക്ഷണം ലഭിച്ചു. എന്നാൽ ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിജ്ഞ എടുത്തവരെന്ന നിലയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അതുകൊണ്ട് അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ മതനിരപേക്ഷ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കൂടാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം 2 ചോദ്യങ്ങളാണ് പ്രധാനമായും പ്രധാനമന്ത്രിയോട് ഉന്നയിക്കുന്നത്. ഒന്ന്, ക്ഷേത്രം വൈകിയതിന് രാമനോട് ക്ഷമാപണം ചെയ്ത പ്രധാനമന്ത്രി നീതി വൈകിപ്പിച്ചതിന് മണിപ്പൂരിലെ സ്ത്രീകളോട് മാപ്പ് പറയുമോ? രണ്ടാമത്തെ ചോദ്യം, രാമൻ സഹിഷ്ണുതയും സമഭാവനയുമാണെന്ന് പറഞ്ഞ മോദി രാമന്റെ പേരിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിശ്വാസികളോട് മാപ്പ് പറയുമോ എന്നുള്ളതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശനവുമായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: വിശ്വാസത്തെ രാഷ്ട്രീയവുമായി ചേർത്ത് വെക്കുകയും അതിലൂടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യമിടുകയും ചെയ്യുന്നത് ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്നതാണ്. സംഘപരിവാറിന് ദിശാബോധമുള്ള രാഷ്ട്രീയം പറയാനില്ല, ഉള്ളത് ചില കുറുക്ക് വഴികൾ മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അങ്ങനെ പലതരത്തിലുള്ള വിമർശനവും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പ്രവിധ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ മുഖ്യമന്ത്രി മമതയുടെ നേതൃത്വത്തിൽ സർവമത റാലി തുടരുന്നു. കാളിമന്ദിറിൽ നിന്ന് ആരംഭിച്ച യാത്ര പാർക്ക് സർക്കസ് മൈതാനത്ത് സമാപിക്കും. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ റാലി. ഇപ്പോൾ ഈ റാലി എവിടെ എത്തി നിൽക്കുന്നു? തീർച്ചയായിട്ടും പ്രവിധ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നു. അത് BJP കൃത്യമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുമെന്നതിനെതിരെ തന്നെ അത്തരത്തിലൊരു നീക്കമായി തന്നെയാണ് ബംഗാളിൽ മമത ഈ ദിവസത്തിൽ തന്നെ ഒരു ഐക്യ സന്ദേശ റാലി സംഘടിപ്പിച്ചത്. അത് കാളി മന്ദിറിൽ നിന്നാണ് ഈ റാലി ആരംഭിച്ചത്. അത് പാർക്ക് സർക്കസ് മൈതാനത്തായിരിക്കും സമാപിക്കുക. ഈ റാലി കടന്നു പോകുന്ന വഴിയിലുള്ള മസ്ജിദുകൾ, പള്ളികൾ, ഗുരുദ്വാരകളെല്ലാം സന്ദർശിച്ചായിരിക്കും മുന്നോട്ട് പോവുക. ഒപ്പം ഈ റാലിയുടെ നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. ഒപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും ഈ റാലിയോടൊപ്പമുണ്ട്. കനത്ത സുരക്ഷയാണ് ഈ റാലിക്ക് ഒരുക്കിയിരിക്കുന്നത്. കാരണം ഈ റാലി നടത്തുന്നതിനെതിരെ BJP തന്നെ നേരത്തെ രംഗത്തെത്തിയതാണ്. BJP കോടതിയെ സമീപിക്കുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടായി. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ് ഈ റാലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് മറ്റു ചില പരിപാടികളും സംസ്ഥാനം നടക്കുന്നത് കൊണ്ട് തന്നെ 4000-ലധികം വരുന്ന പോലീസുകാരെയാണ് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പരിപാടികൾ നടക്കുന്ന മേഖലയിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ റാലികളുടെയും പരിപാടികളുടെയും വീഡിയോഗ്രാഫ് ചിത്രീകരിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഇതിനു മുൻപും ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം നടന്നൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷയാണ് എന്തായാലും റാലിക്ക് ഒരുക്കിയിരിക്കുന്നത്. ആ റാലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രവിധ, KSRTC ബസ് വരുമാനവുമായി ബന്ധപ്പെട്ട വാർഷിക കണക്ക് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ ഗതാഗത മന്ത്രിക്ക് അതൃപ്തി. കണക്ക് ചോർന്നതിൽ മന്ത്രി KB ഗണേഷ് കുമാർ CMDയോട് വിശദീകരണം തേടി. ബസ് നഷ്ടമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞപ്പോൾ ലാഭകരമാണെന്നായിരുന്നു KSRTCയുടെ കണക്കുകൾ വ്യക്തമാക്കിയത്. ഷഫീദ് റാവുത്തർ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ബസ്സുകൾ വലിയ നഷ്ടമുണ്ടാക്കുന്നുവെന്ന് മന്ത്രി പറയുമ്പോഴാണ് കണക്കുകൾ ഇന്നലെ പുറത്തു വന്നത്. CMDയോട് അദ്ദേഹം വിശദീകരണം തേടിയിട്ടുണ്ടല്ലോ. എപ്പോഴാകും അദ്ദേഹം റിപ്പോർട്ട് നൽകുക? മറ്റു വിവരങ്ങൾ? നമുക്കറിയാവുന്ന പോലെ തന്നെ KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയെ ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യമുണ്ടായ വിവാദം അത് തിരുവനന്തപുരം നഗരത്തിലെ സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സുകൾ അത് ഇനി ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് കൂടുതൽ വാങ്ങില്ല എന്നടക്കമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ആയിരുന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ നടന്നു. ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിന് പിന്നാലെ തിരുവനന്തപുരം മേയറും അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് MLA ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതാണ്. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ KSRTCയുടെ വാർഷിക കണക്ക് പുറത്തു വരുന്നത്. ഗതാഗത മന്ത്രിയുടെ വാദമനുസരിച്ച് ബസ്സുകൾ നഷ്ടമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം. എന്നാൽ KSRTCയുടെ വാർഷിക കണക്കിൽ നഗരത്തിലോടുന്ന സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിക്ക് വലിയ തരത്തിലുള്ള അതൃപ്തി ഉള്ളത്. അതായത് വാർഷിക കണക്ക് മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെ എന്നുള്ളതിലാണ് മന്ത്രിയുടെ അതൃപ്തി. കണക്ക് ചോർന്നതിൽ മന്ത്രി KB ഗണേഷ് കുമാർ KSRTCയിലെ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. അതേസമയം ഈ തിരുവനന്തപുരം നഗരത്തിലെ ബസ്സുകളുടെ അപകടക്കണക്ക് റിപ്പോർട്ട്
അത് KSRTC ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED അന്വേഷണം അനിശ്ചിതമായി നീളാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. കരുവന്നൂരിലെ ഇടപെടലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർന്നു. ഇത് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട കാര്യമാണ്. സഹകരണ സംഘങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും നിക്ഷേപകനായ അലി സാബ്രി നൽകിയ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി പരാമർശിച്ചു. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഏതു തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്? കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നിക്ഷേപകൻ അലി സാബ്രി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഭാഗത്തുനിന്നും സുപ്രധാനമായ നിരീക്ഷണം വരുന്നത്. EDയുടെ അന്വേഷണം എതുവരെയായി എന്ന് കോടതിയിൽ നിന്നും ചോദ്യമുണ്ടായി. അനിശ്ചിതമായ അന്വേഷണം തുടരാൻ അനുവദിക്കില്ല. അടിയന്തരമായി ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പറഞ്ഞു. കരുവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയമാണ്. സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ലെന്നും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും ഹൈക്കോടതി പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾ ജീവിതാധ്വാനം ചെയ്തുണ്ടാക്കിയ പണമാണ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്നതെന്നും ഈ പണം നഷ്ടമാകുന്നത് സംഘങ്ങളിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും പറയുന്നു. ഇതാണ് ഇപ്പോൾ സഹകരണ സംഘങ്ങളിൽ നടക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് കോടതി. കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ED വിശദമായ റിപ്പോർട്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കണം. ഇടുക്കി പൂപ്പാറയിൽ വിറകുമുറിക്കുന്നതിനിടെ യന്ത്രവാൾ കഴുത്തിൽ കൊണ്ട് യുവാവ് മരിച്ചു. മൂലത്തറ കോളനി സ്വദേശി വിഘ്നേഷാണ് മരിച്ചത്. തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, അതിദാരുണമായ സംഭവമാണ്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? വിഘ്നേഷ് സ്ഥിരമായി സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇന്നലെ ജോലിയുടെ ഭാഗമായി വിറക് മുറിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ വാളിന്റെ ദിശ മാറുകയും വാള് കഴുത്തിൽ കൊള്ളുകയുമായിരുന്നു. തുടർന്ന് ചോര പിടിഞ്ഞു. ആ സമയത്ത് തന്നെ ആളുകൾ എത്തി വിഘ്നേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ തേനി മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചത്. പക്ഷേ അതിനിടയിൽ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതിദാരുണമായ സംഭവമാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും എത്രത്തോളം ദാരുണമായ സംഭവമാണ് ഉണ്ടായതെന്ന്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശാന്തൻപാറ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രവിധ. ശരി. മലപ്പുറം ജവഹർ നവോദയ സ്കൂളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു. +2 വിദ്യാർത്ഥി അലീന ത്യാഗരാജാണ് മരിച്ചത്. അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. മലപ്പുറം ജവഹർ നവോദയ സ്കൂളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. കവിത, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 4:30 കുട്ടിയെ കായിക പരിശീലനത്തിനായി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വേങ്ങര ഊരകസ്വാമി സ്കൂളെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെച്ച് അതായത് ഈ കുട്ടി സ്കൂളിൽ കായിക പരിശീലനത്തിനായി ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴി റാമ്പുണ്ട്. ആ റാമ്പിൽ ഷാൾ കുരുക്കി താഴേക്ക് ചാടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അപ്പോൾ തന്നെ സഹപാഠികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചു. 2 ദിവസമായി പൊന്നാനി സ്വദേശിയായ ഈ +2 വിദ്യാർത്ഥിനി ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മരണം സ്ഥിരീകരിച്ചു. കുട്ടിക്ക് ചില മാനസിക പ്രയാസങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ടുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രവിധ. ശരി. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. കൈവെട്ട് കേസിൽ NIA സംഘം മഞ്ചേശ്വരത്തെത്തി പരിശോധന നടത്തി. പ്രതി സവാദിന്റെ വിവാഹം നടത്തിയ പള്ളിയിലെത്തി തെളിവെടുത്തു. പ്രതി സവാദിന്റെ ബന്ധുക്കൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, വർഷങ്ങൾക്ക് ശേഷമാണ് സവാദ് പിടിയിലാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ NIA സംഘം എത്തുമ്പോൾ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? പ്രവിധ, NIA സംഘം ഇപ്പോൾ കാസർഗോഡ് നിന്ന് മടങ്ങിയിട്ടുണ്ട്. അവർ ഇന്ന് പ്രധാനമായും പോയത് മഞ്ചേശ്വരം തുമിനാട്ടിലെ ഈ സവാദിന്റെ വിവാഹം നടന്ന പള്ളിയിലാണ്. ആ പള്ളിയിലെത്തി വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ഈ NIA സംഘം ശേഖരിച്ചു. അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശത്തെ ചില കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് കുഞ്ചത്തൂർ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഈ സവാദിന്റെ ഭാര്യാപിതാവിന്റെ ബന്ധുക്കളുടെ ചില വീടുകളിലും NIA സംഘം പോയി വിവരങ്ങൾ ശേഖരിച്ചു എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ഉള്ളാലിലും ഈ NIA സംഘം പോയിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്.
അതിനുശേഷമാണ് ഈ സവാദിന്റെ ഭാര്യയുടെ വീട്ടിൽ NIA സംഘം എത്തി നോട്ടീസ് നൽകിയത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി കൊച്ചിയിൽ ഹാജരാകുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സവാദിന്റെ ഭാര്യ പിതാവ് കൊച്ചിയിലെ ഓഫീസിൽ NIA ഓഫീസിൽ നേരിട്ട് ഹാജരാകണം എന്ന നിർദ്ദേശമാണ് NIA സംഘം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ NIAക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം മഞ്ചേശ്വരത്ത് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനായിട്ടാണ് NIA സംഘം ഇവിടെ എത്തിയത്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഈ സംഘം മടങ്ങിയിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ ചൊല്ലി കോഴിക്കോട് NITയിൽ പ്രതിഷേധം. മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, ഏത് സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധമുണ്ടായത്? ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. ഉച്ചയോടെയാണ് ഈ ഒരു പ്രതിഷേധമുണ്ടായത്. കോഴിക്കോട് ചാത്തമംഗലത്തെ NIT ക്യാമ്പസിലാണ് വിദ്യാർത്ഥികൾ ഇരുവിഭാഗമായി ചേർന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഈ ക്യാമ്പസിനകത്ത് ഇത് രാമരാജ്യം അല്ല എന്ന ബാനർ സ്ഥാപിച്ചതാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് കാരണം. ഈ ബാനർ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഈ ബാനർ എടുത്തുമാറ്റാൻ ശ്രമിച്ചു. ആദ്യം വാക്കേറ്റവും പിന്നീട് ചെറിയ രീതിയിലുള്ള കയ്യാങ്കളിയിലും എത്തി. ഈ സ്ഥാപിച്ച ബാനർ പിന്നീട് കീറിയെറിയുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. ഇനി വിഭാഗവും ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. പിന്നീട് ഈ NIT മാനേജ്മെന്റ് പോലീസിനെ വിവരം അറിയിക്കുകയും കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതി ശാന്തമാക്കുകയുമായിരുന്നു. എന്നാൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് NIT പ്രതിനിധികളോ അല്ലെങ്കിൽ NIT മാനേജ്മെന്റ് പോലീസിന് പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കേസോ മറ്റു കാര്യങ്ങളോ എടുത്തിട്ടില്ല. നിലവിൽ സ്ഥിതി ശാന്തമാണ്. ഉച്ചയ്ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പ്രവിത. ശരി, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ ചൊല്ലി കോഴിക്കോട് NITയിൽ പ്രതിഷേധം. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. LICയുടെ ജീവൻധാര 2 പ്ലാൻ അവതരിപ്പിച്ചു. ചെയർപേഴ്സൺ സിദ്ധാർത്ഥ് മൊഹന്തിയാണ് പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചത്. വ്യക്തിഗത സേവിംഗ് ഡിഫേർഡ് ആൻവിറ്റി പ്ലാൻ ആണ് ജീവൻധാര 2. പദ്ധതിയിൽ ചേരാനുള്ള കുറഞ്ഞ പ്രായം 20 വയസ്സാണ്. പോളിസി ഹോൾഡർമാർക്ക് 11 ആൻവിറ്റി ഓപ്ഷനുകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.